തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് ഭരണനിർവഹണം നടത്തുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിലവിൽ വന്ന സാഹചര്യത്തിൽ നിലവിൽ പ്രസിഡന്റ് ചെയ്തുകൊണ്ടിരുന്ന റോളുകൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗസ്ഥന് ILGMSൽ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെയാണ് ILGMSൽ അപ്രൂവർ ഇലക്റ്റഡ് എന്ന റോള് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സെലക്ട് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന് അസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനായി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആദ്യമായി പുതിയതായിട്ട് ഒരു സീറ്റ് ക്രിയേറ്റ് ചെയ്യുക. ചെയർ എന്ന സീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന് അപ്രൂവർ ഇലക്റ്റഡ് എന്ന റോൾ കൂടി അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ചെയർ എന്ന സീറ്റിലേക്ക് ഈ ഉദ്യോഗസ്ഥനെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം നിലവിൽ ചെയറിന് റോളുള്ള മൈനർ ഫംഗ്ഷനുകളെ ഒന്നുകൂടെ ഈ പുതിയ സീറ്റിലേക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് പ്രോസസ്സ്. പുതിയ സീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ലെഫ്റ്റ് സൈഡിലുള്ള വർക്ക് സ്റ്റേഷനിൽ നിന്നും സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് യൂണിറ്റ് സെറ്റിംഗ്സിലുള്ള ക്രിയേറ്റ് സീറ്റ് സെലക്ട് ചെയ്യുന്നു. പുതിയ സീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി സെക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സീറ്റിൻ്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും നൽകി സേവ് ചെയ്യുന്നു. പുതിയ സീറ്റ് സേവ് ആയി കഴിഞ്ഞു. അടുത്തതായി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, നിലവിൽ കമ്മിറ്റി സെലക്ട് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന് അപ്രൂവർ ഇലക്റ്റഡ് എന്ന റോള് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇതിനായിട്ട് പുതിയ യൂസറെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിലവിൽ ജൂനിയർ സൂപ്രണ്ടിനെ ആണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് കരുതുക. ജൂനിയർ സൂപ്രണ്ടിൻ്റെ പെൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് യൂസർ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നിലവിലുള്ള റോളിനൊപ്പം തന്നെ അഡീഷണലായിട്ട് അപ്രൂവർ ഇലക്റ്റഡ് എന്ന റോൾ കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനായി വർക്ക് സ്റ്റേഷനിൽ നിന്നും സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. സെറ്റിംഗ്സ് സെലക്ട് ചെയ്തതിന് ശേഷം യൂസർ സെറ്റിംഗ്സിൽ നിന്നും അസൈൻ യൂസർ റോള് തിരഞ്ഞെടുക്കുക. അതിൽ നിന്നും നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ജൂനിയർ സൂപ്രണ്ടാണോ, അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണോ കമ്മിറ്റി ഈ പ്രിവിലേജ് നൽകിയിട്ടുള്ളത്? അദ്ദേഹത്തെ സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ ജൂനിയർ സൂപ്രണ്ടിന് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ജൂനിയർ സൂപ്രണ്ടിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിലവിൽ ILGMSൽ അദ്ദേഹത്തിന് എന്ത് റോളാണ് അസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നും നമുക്ക് മനസ്സിലാകും. അപ്രൂവർ ഇലക്റ്റഡ് എന്ന റോള് കൂടി അഡീഷണലായിട്ട് നമ്മൾ ഇപ്പോൾ ചേർക്കാൻ വേണ്ടി പോവുകയാണ്. അതിനായി വലതുവശത്ത് നിന്നും അപ്രൂവർ ഇലക്റ്റഡ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇതോടുകൂടി ഈ സൂപ്രണ്ടിന് ഈ ഒരു പ്രിവിലേജ് കൂടി ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചെയർ എന്ന സീറ്റിലേക്ക് ഈ സൂപ്രണ്ടിനെ ആഡ് ചെയ്യുന്നു. നിലവിൽ അപ്പോൾ സൂപ്രണ്ട് JS എന്ന സീറ്റിലും ചെയർ എന്ന 2 സീറ്റിലും ഇതേ യൂസർ നെയിമിൽ തന്നെ ഉണ്ടാകും. യൂസറിനെ പുതിയ സീറ്റിലേക്ക് ആഡ് ചെയ്യുന്നതിനായി വർക്ക് സ്റ്റേഷനിൽ നിന്നും സെറ്റിംഗ്സ് തിരഞ്ഞെടുക്കുക. തുടർന്ന് യൂസർ സെറ്റിംഗ്സിൽ നിന്നും യൂസർ സീറ്റ് മാപ്പിംഗ് സെലക്ട് ചെയ്യുക. അതിൽ നിന്നും നമ്മൾ പുതിയതായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സീറ്റ് സെലക്ട് ചെയ്യുന്നു. ചെയർ എന്ന സീറ്റ് സെലക്ട് ചെയ്ത് അതിലേക്ക് ജൂനിയർ സൂപ്രണ്ടിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് സേവ് ചെയ്യപ്പെടുന്നതോടുകൂടി ചെയർ എന്ന സീറ്റിലേക്ക് സൂപ്രണ്ടിനെ അസൈൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ്, നിലവിൽ പ്രസിഡന്റിനെ മാപ്പ് ചെയ്തിട്ടുള്ള മൈനർ ഫംഗ്ഷനുകൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ മാപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനായി വർക്ക് സ്റ്റേഷനിൽ നിന്നും സെറ്റിംഗ്സ് തിരഞ്ഞെടുക്കുന്നു. തുടർന്ന് യൂണിറ്റ് സെറ്റിംഗ്സിൽ നിന്നും സീറ്റ് മൈനർ ഫംഗ്ഷൻ റോള് ക്ലിക്ക് ചെയ്യുക. മാപ്പിനും മൈനർ ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് മാപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു റീഫ്രഷ്മെൻറ്റ് ചാർജസിൻ്റെ മൈനർ ഫംഗ്ഷനാണ് മാപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മേജർ ഫംഗ്ഷൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ, സബ് ഫംഗ്ഷൻ റിക്കറിംഗ് ചാർജസ്, മൈനർ ഫംഗ്ഷൻ റീഫ്രഷ്മെൻറ്റ് ചാർജസ്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ
എന്നുണ്ടാകും. അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അവിടെ പ്രസിഡന്റിൻ്റെ പേര് പ്രസിഡന്റിൻ്റെ സീറ്റ് ഡിലീറ്റ് ചെയ്തതിനു ശേഷം ചെയർ എന്ന സീറ്റ് ആഡ് ചെയ്ത് സേവ് ചെയ്ത് അപ്രൂവ് ചെയ്യുക. ആ മൈനർ ഫംഗ്ഷൻ്റെ റോളുകളെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓപ്പറേറ്റർ, വെരിഫയർ, അപ്രൂവർ ഇലക്റ്റഡ്, അക്കൗണ്ടൻറ്റ്, ഇത്രയും റോളുകളാണുള്ളത്. എല്ലാ റോളുകളും സെലക്ട് ചെയ്തതിനു ശേഷം സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. തുടർന്ന് അപ്രൂവ് ചെയ്യുന്നു. ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ പ്രസിഡന്റിൻ്റെ റോള് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥനിലേക്ക് മാറ്റുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ്. ജൂനിയർ സൂപ്രണ്ട് ഈ ചെയറിൻ്റെയും JS-ൻ്റെയും റോളുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചെയറിൻ്റെ അപ്രൂവൽ വേണ്ട ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെക്രട്ടറിയുടെ ലോഗിനിൽ എത്തിയിട്ടുണ്ട്. അടുത്തത് സെക്രട്ടറിയുടെ ലോഗിൻ അപ്രൂവ് ചെയ്തതിന് ശേഷം ചെയറിൻ്റെ അപ്രൂവൽ ആവശ്യമുണ്ട്. ആ ഫയൽ എങ്ങനെയാണ് നമുക്ക് പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഫയൽ എറൈസ് ചെയ്ത് പേയ്മെൻറ്റ് ഓർഡറെല്ലാം തയ്യാറാക്കി അത് സെക്രട്ടറിയുടെ ലോഗിനിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ചെയറിൻ്റെ ലോഗിനിലേക്ക് പോയിട്ട് ചെയർ എങ്ങനെ അപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. 214 എന്നുള്ളതാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫയലിൻ്റെ നമ്പർ. ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സെക്രട്ടറിയുടെ ലോഗിനിൽ നിന്നും പേയ്മെൻറ്റ് ഓർഡർ അപ്രൂവൽ ചെയ്യുന്നു. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തുകൊണ്ട് ഓട്ടോ നോട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫയൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പോകേണ്ടത് പ്രസിഡന്റിൻ്റെ ലോഗിനിലേക്കായിരുന്നു. പ്രസിഡന്റിൻ്റെ പ്രിവിലേജസ് ഈ കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവിടെ പ്രസിഡന്റിൻ്റെ സീറ്റ് അല്ല വരുന്നത്, ചെയർ എന്ന സീറ്റിലുള്ള ഉദ്യോഗസ്ഥൻ്റെ പേരാണ് വരുന്നത്. അത് സൂപ്രണ്ടാണ്. ആ സൂപ്രണ്ടിന് അത് ഫോർവേഡ് ചെയ്യുന്നു. തുടർന്ന് ഇത് അപ്രൂവ് ചെയ്യുന്നതിനായി സൂപ്രണ്ട് ലോഗിൻ ചെയ്യുന്നു. സൂപ്രണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ഈ സൂപ്രണ്ടിന് അസൈൻ ചെയ്തിട്ടുള്ളത് 2 സീറ്റുകളാണ്. ഒന്ന് JS എന്ന സീറ്റും ഒന്ന് ചെയർ എന്ന സീറ്റും. JS എന്ന സീറ്റിന് അസൈൻ ചെയ്തിരിക്കുന്ന റോള് എന്ന് പറയുന്നത് വെരിഫയർ ആണ്. ചെയർ എന്ന സീറ്റിന് അസൈൻ ചെയ്തിരിക്കുന്ന റോള് അപ്രൂവർ ഇലക്റ്റഡ് എന്നുള്ള റോളാണ്. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ റിസൾട്ടായിട്ട് വരുന്നത് വെരിഫയർ എന്ന റോളിലേക്കായിരിക്കും. നമുക്ക് വേണ്ടത് ചെയർ എന്ന സീറ്റിൻ്റെ പ്രിവിലേജാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ ചെയർ എന്ന സീറ്റ് സെലക്ട് ചെയ്യുന്നതിനായി ഈ വലതുവശത്ത് കാണുന്ന യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചേഞ്ച് സീറ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന കോംബോ ബോക്സിൽ നിന്നും ചെയർ എന്ന സീറ്റ് സെലക്ട് ചെയ്ത് ചേഞ്ച് സീറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ സൂപ്രണ്ട് നിൽക്കുന്നത് ചെയർ എന്ന സീറ്റിലേക്ക് വന്നിട്ടുള്ള ചെയർ എന്ന സീറ്റിൻ്റെ സ്ക്രീനിലാണ്. ആ സ്ക്രീനിൽ നിന്നും ആക്ഷൻ ടു ബി ടേക്കണിൽ ഇപ്പോൾ നമ്മൾ അയച്ചിട്ടുള്ള ഫയൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ നിന്നും ഫയൽ ഓപ്പൺ ചെയ്ത് ബാക്കി പ്രോസസ്സുകൾ ചെയ്യാവുന്നതാണ്.